ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ നെക്ടർ ഷുബർ ആൻറ്റി ഏജിങ് ക്രീമിൻ്റെ റിവ്യൂ ആണ്. ഇതിൽ ഫുൾ റിവ്യൂ പ്ലസ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ് മൈനസ് പോയിൻറ്റ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ആൻറ്റി ഏജിങ് സീറത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ളൊരു ക്രീമാണ്. ഇനി അഥവാ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാണാം. ഇത് സ്പെസിഫിക്കലി നാച്ചുറൽ ആയിട്ടുള്ള 14 വൈറ്റൽ ഹെർബ്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീമാണ്. സോ ഇതൊരു 50 ഗ്രാം ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഇതിൽ സാഫ്രോൺ, സാൻഡൽവുഡ്, മുലേത്തി, മഞ്ചിഷ്ട, അലോവേര, റോസ്, ഹൽദി, അങ്ങനത്തെ ഒരുപാട് നല്ല ഇതുണ്ട്. പിന്നെ നാച്ചുറലായിട്ടുള്ള ഓയിൽസും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇതിൻ്റെ 895 റുപ്പീസ്. ഇതിൽ യാതൊരുവിധ ഹാംഫുൾ കെമിക്കൽസും അടങ്ങിയിട്ടില്ല. പാരബിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആണ്. സോ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ഒരുപാട് നല്ല ഔഷധികളും ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂവുണ്ട്, സാൻഡലുണ്ട് മെയിനായിട്ട്. സോ ഇത് രണ്ടും ആൻറ്റി ഏജിങ്ങിന് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ടബ് മിനിമം 5 to 6 മന്ത് എന്തായാലും എത്തും. വലിയൊരു ടബാണ്, അത് ഫുള്ളായിട്ടുണ്ട് താനും. ഓപ്പൺ ചെയ്തപ്പോൾ ഫുള്ളായിട്ട് അതിൽ ക്രീം ഉണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് 1 മന്തൊക്കെ കഴിഞ്ഞു. പക്ഷേ ഫേസിന് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ 5 to 6 മന്ത് ഉണ്ടാവും. ഞാൻ കൈക്കും കാലിനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് ചെറിയ ടബ് പോലെ തന്നിട്ട് അതിൻ്റെ അകത്താണ് ക്രീം ഇരിക്കുന്നത്. ക്രീം നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, പക്ഷേ എന്നാലും യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ആകും. ക്രീമിൻ്റെ കളറും സാൻഡലിൻ്റെ കളർ തന്നെയാണ്. നല്ലൊരു സാൻഡൽവുഡ് സ്മെല്ലും ഉണ്ട് ഇതിന്. അതായത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലല്ല, പക്ഷേ വളരെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. സോ ഇതിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ആദ്യം ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് തോന്നി. പക്ഷേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് അബ്സോർബായിട്ട് അധികം ഓയിലിനെസ് ഇല്ലാതെ ഇത് സ്കിന്നിന് നല്ല ഡിഫറൻസ് തരുന്നുണ്ട്. ഡ്രൈ സ്കിന്നിന് ഇത് ബെസ്റ്റ് സ്യൂട്ടഡ് ആണ്, കാരണം ഇത് നല്ല മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നുണ്ട്. ഓയിലി സ്കിന്നുള്ളവർ വളരെ കുറച്ച് മാത്രം ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഡെയിലി യൂസിനും നന്നായിട്ട് പറ്റിയൊരു ക്രീമാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനിത് ഉപയോഗിച്ച ആദ്യത്തെ 2 ആഴ്ചത്തോളമൊന്നും യാതൊരു വ്യത്യാസവും തോന്നിയില്ല. വെറും നോർമലായിട്ട് തന്നെ ചുമ്മാ ഒരു ക്രീം അപ്ലൈ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുഖത്ത് കുറച്ച് കറുത്ത പാടൊക്കെ മാറിത്തുടങ്ങി. അതായത് ഒരു ഡൾ സ്കിന്നായിരുന്നിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ കുറച്ചൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും. പിന്നെ ഇത് സ്ലോ ആയിട്ട് റിസൾട്ട് തരുള്ളൂ, കാരണം ഇത് ആയുർവേദിക് ഫോമുല ആണല്ലോ. മറ്റുള്ള കെമിക്കൽസ് ഉള്ള ക്രീം പോലെ പെട്ടെന്നൊരു റിസൾട്ട് തരില്ല. സോ അതൊരു കാര്യം ശ്രദ്ധിക്കുക. കുറച്ച് സ്ലോ ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇത് ഉറപ്പായിട്ടും സ്കിന്നിന് നല്ലൊരു ഫോംനെസ് കൊടുക്കും, നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. പിന്നെ ഇത് ഒരു 25 അബോവ് ഉള്ളവർക്ക് മാത്രം നല്ല, അതിന് മുമ്പേ ഉള്ളവർക്കും സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് യാതൊരു കെമിക്കൽസും ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാം. പിന്നെ ചുളിവുകൾക്ക് നിങ്ങൾക്ക് വ്യത്യാസം അറിയണമെങ്കിൽ നിങ്ങൾ കുറേ നാളിത് ഉപയോഗിച്ച് നോക്കേണ്ടി വരും. മേ ബി 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞാൽ ചുളിവുള്ളവർക്ക് വ്യത്യാസം അറിയാം. എനിക്ക് ചുളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനിത് നന്നായിട്ട് വർക്കൗട്ട് ആകുമോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ ലൈൻസ്, മുഖത്ത് ഡൾനെസ്, അവിടെ ബ്ലാക്ക് മാർക്കൊക്കെയാണുള്ളതെങ്കിൽ ഇത് ഡെയിലി ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ച മറ്റുള്ള ക്രീംസ് പോലെ അങ്ങനെ പെട്ടെന്ന് ഒരുമാതിരി വൈറ്റിഷ് ലുക്കൊക്കെ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. അങ്ങനത്തെ യാതൊരു ഇതുമില്ല. നിങ്ങൾ ഒരു സാധാരണ ഒരു
എന്തെങ്കിലും ഒരു നോർമലായിട്ടുള്ളൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ നല്ലൊരു സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. അതായത് യാതൊരു ചൊറിച്ചിലോ ഇച്ചിങ് അങ്ങനത്തെ യാതൊന്നുമില്ല. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് മുഖക്കുരു ഒന്നും വരുന്നില്ല. കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. സോ പോരാത്തതിന് ഇതിലുള്ളത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ അതൊരു പ്ലസ് പോയിൻ്റാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പ്രൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് മുഖത്ത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ മാസം എത്തും. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പ്രൈസ് കുഴപ്പമില്ല. പിന്നെ ഇഫ് യു ആർ അബൌട്ട് 27 or 28 ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ആൻറ്റി ഏജിങ് ക്രീം ഓർ സീറം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ചർമ്മത്തിന് ചെറുപ്പം നിലനിർത്താൻ, മാർദ്ദവമൊക്കെ നിലനിർത്താനും തൂങ്ങാതിരിക്കാനോ ഒരു ആൻറ്റി ഏജിങ് ക്രീം എന്തായാലും ഉപയോഗിക്കണം. സോ ഐ തിങ്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് ആയുർവേദിക് ഫോമുലയിലുള്ള ക്രീമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.